ലൂണാസ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു സെൻഡ് ഓഫ് പാർട്ടിയിലാണ്. ടേക്ക് ഇറ്റ് ഈസി ടീം. സംഭവം ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ ഒരു കൊളീഗിന് ഒരു സെൻഡ് ഓഫ് പാർട്ടി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ വേറൊരു പാത തിരഞ്ഞെടുത്ത് അതിൻ്റെ വേറൊരു തലത്തിലേക്ക് വേറൊരു ലെവലിലേക്ക് കരിയർ മാറാൻ പോകുന്നു. അപ്പോൾ അതൊരു മറക്കാനാവാത്ത ഒരു സന്ദർഭമാക്കി മാറ്റാനാണ് ഈ സുഹൃത്തുക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വിപിനും അഞ്ജലിയും അജേഷുമാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ പിന്നിലുള്ളവർ. ആർക്കാണ് ഈ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്? ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഈ കേരളത്തിൽ അല്ല ലോകത്തിന് എല്ലാവർക്കും ഒരു മലയാളികൾക്ക് അറിയപ്പെടുന്ന ഒരു താരമാണ് നമ്മുടെ സച്ചിൻ വാര്യർ. സ്വപ്നങ്ങളിൽ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. കൂട്ടു തേടി വന്നൊരാ കുഞ്ഞിളം കാറ്റേ കൂടെയൊന്നു പാടുമോ നീലനിലാവിൽ. അപ്പോൾ സച്ചിൻ നിങ്ങളുടെ കമ്പനി വിട്ട് പോവുകയാണ്? അല്ല, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പോകുന്നതാണ് പറയുന്നത്. തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സച്ചിൻ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഇപ്പോൾ പുള്ളി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇത് നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? അവന് ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ എല്ലാ ആശംസകളും അവനോടൊപ്പം ഉണ്ട്. അപ്പോൾ അവനൊരു പണി കൊടുക്കാൻ നമ്മളങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ഫെയർവെല്ലിന് അവനോടൊപ്പം ഒന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനോട് അനുബന്ധിച്ച് നല്ലൊരു പണിയും കൂടെ കൊടുക്കാം. ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, സച്ചിൻ ഇവിടെ വരുന്നു, എല്ലാവരുമായിട്ട് പാർട്ടി കൂടുന്നു, ഇവരുടെ ഒരു ചെറിയ ഫെയർവെൽ ചടങ്ങുകളൊക്കെ നടക്കുന്നു. അതിനുശേഷം സച്ചിനോടൊരു പാട്ട് പാടാൻ പറയുന്നു. സച്ചിൻ വളരെ നല്ല പാട്ടുകാരനാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിലെ പ്രശ്നം, ഈ സ്ഥലത്ത് നമ്മുടെ ഈ വെന്യൂവിൽ ഇവിടെ ഒരു പുതിയ ഒരു മൈക്ക് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. പുള്ളി യേശുദാസിനൊക്കെ മൈക്ക് പിടിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്റർ ആണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്ററുമായിട്ടുള്ള സച്ചിൻ്റെ ഒരു ഏറ്റുമുട്ടൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരാണ് പാടുന്ന? ആരാണ്? അല്ല, മെയിൻ പാട്ട് പറഞ്ഞാൽ ഒന്ന് ഒരു സെക്കൻഡ്. ഇത് മിക്സറാണ്, അറിയാമല്ലോ. ഓക്കെ, ഇത് കോഡ്ലെസ് തന്നെ. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പാടുമ്പോൾ ഉറക്കം കേൾക്കും. ഒരു അകലത്തിലൊക്കെ പിടിക്കണം. ഓക്കെ കേട്ടോ. ഞാൻ നമ്മൾ തിരുവനന്തപുരത്ത് രാജൻ സൗണ്ട്സ് എന്ന ഒരു സൗണ്ട് ഉണ്ട്, അതിലായിരുന്നു. നമ്മൾ സമ്മേളനത്തിനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കി പാടിയാ കേട്ടാ. യേശുദാസിനൊക്കെ നമ്മളിവിടെ പാടിയിട്ടുണ്ട്. പിന്നെ സിസ്റ്റം നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ പുള്ളി ഇന്നാളെ ഒരിക്കൽ പാടിയപ്പം മൈക്ക് ഇങ്ങനെ വെച്ച് അടുത്ത് പോയി. അപ്പം എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അല്പം ഒന്ന് മാറ്റി പിടിക്കും. നല്ലതായിട്ട് പറഞ്ഞു.
അപ്പോൾ ഇതെന്താണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഉദ്ദേശം? നമ്മളെ സച്ചിന് വേണ്ടി ഒരു എല്ലാവരുടെയും ഒരു വക ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഒന്നും പറയണമെന്നില്ലടാ. പിന്നെ ഇത് വിപിന്റെ ഐഡിയ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. ഓക്കെ, ശരി. അതന്നെ ഞാൻ പറയുന്നത്. വിപിൻ പറഞ്ഞ കേട്ടാൽ മതി. പറയാൻ പറഞ്ഞിട്ട് പറയുന്നത് സച്ചിനെ കുറിച്ച് മാത്രം സംസാരിക്കുക. എന്താണ് എന്റെ ആഗ്രഹമാണ് സച്ചിൻ, നീ മനസ്സിലാക്ക്. നിന്നെ കുറിച്ച് നിന്നെ കുറിച്ച് 2 വാക്ക് ഇവർ പറയുന്നു. അത് പറയണ്ട, അതൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെ? You know, all the girls who were there with me, the first thing they was that ഇനിയിപ്പോൾ സച്ചിൻ പാടെല്ലാം കാണാൻ കിട്ടുമല്ലോ. ചിരിപ്പിക്കരുത്, ഞാൻ പറയട്ടെ, 2 വാക്ക് പറയട്ടെ. എടാ ഒന്ന് പറയാൻ സമ്മതിക്കോ? അത് ശരി. 2 വാക്കേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പ്രാർത്ഥന പ്ലേയേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, എന്താവുന്നല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. ഓക്കെ. നോ പ്രോഗ്രാം പാട്ട് കഴിഞ്ഞിട്ടുള്ള ഫുഡ് എന്താ പറയുന്നത്? സോങ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എല്ലാം സ്റ്റേജ്. സച്ചിൻ ഇവിടെ നിന്ന് പാടാമോ? നിന്ന് പാടാം, പ്ലീസ്. ഞാൻ പാടിക്കോണം. മൈക്കോണം. ഏയ് ഗിറ്റാർ എടുക്ക. എന്റെ ഒച്ചയൊക്കെ പോയിരിക്കണം. സച്ചിൻ ഏയ് എല്ലാവരും ഇങ്ങനെ, ഇതാണ് നമ്മുടെ സ്റ്റേജ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്റ്റേജാണ്. വന്ന് ചേട്ടാ മൈക്ക്. ഫസ്റ്റ് സോങ് എന്തായാലും സച്ചിനെ പാടും. സച്ചിൻ പാടിയിട്ട് ബാക്കി എല്ലാവരും പാടും. ഓക്കെ, സൗണ്ട് എനിക്ക് എല്ലാവരും കുറച്ച് അപ്പ്, കുറച്ച് ഫ്രണ്ടിലോട്ടൊന്നോ? കുറച്ച് ഹലോ 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 പാടിയിട്ടുണ്ടായിരുന്നു. മൈക്കൊന്ന് ചേർത്തു. എങ്ങനെ? അല്ല, പുള്ളി ചെറിയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ ഓക്കെ, ഗിറ്റാർ ഓക്കെ അല്ലേ? ഔട്ടില്ല. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിടരും മലരിനലികൾ മധുനുകരു. ഹേ കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിടരും മലരിനലികൾ അത് നുകരു. ഹേ ലാ 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 ലാ. ഹേ ലാ 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 ലാ. മനസ്സിന്റെ മൈക്കില്ലേ? മലരിട്ടുമാകന്ത ശാഖികളിൽ മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടുമാകന്ത ശാഖികളിൽ തളിരില തിന്നും കുയിലുകൾ പാടി കരിവിള കൊട്ടി പുഴതു പാടി വനജോസ്ന പൂത്തിടുന്ന അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, നമ്മളിത് ചെയ്യണതാണിത്, നമ്മളിത് ചെയ്യണതാണ്. അല്ല, എന്നാലത് പാടുന്നത് മൈക്ക് പിടിക്കണതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അതിനകത്തെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിടിച്ച. സാർ പാടണം സാർ, ഞാൻ ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. ചെറിയൊരു ഇതുണ്ട്. അല്ല, ഓക്കെ, ശരി.
ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എങ്ങോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസൻ മഴയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലെ കൊലുസൻ മഴയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലെ പാടിക്കോളും പുള്ളി പ്രൊഫഷണൽ പ്ലേബാക്ക് സിംഗർ പുള്ളി പാടിക്കോളും പുള്ളി പാടിക്കോളും അല്ല ചേർത്ത് അതിനകത്തെ ഹൗളി ചെയ്യണം. അല്ല അതല്ല അതല്ല അല്ല അതല്ല 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 സാർ പാടും സാർ. അല്ല നമ്മളെ സാധനത്തിന് നമ്മളല്ല യേശുദാസിനെ നമ്മൾ ചെയ്തതാണ്. അല്ല അതല്ല അതല്ല സാർ പാടും. ഇല്ല അതുണ്ട്. അല്ല ഞാൻ ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം. അല്ല അതല്ല സാറേ അത് നമ്മളെ ഒരുമാതിരി ഇത് ചെയ്യണം. ഇപ്പം ശരിയാക്കി തരാം. അല്ല അല്ല ഞാൻ ചെക്ക് ചെയ്തോട്ടെ ഒറ്റ സെക്കൻഡ്. അല്ല നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടേ. അല്ല അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇത്രയും വെച്ചിട്ട് പുള്ളി കൊടുക്ക് കേട്ടോ. നിങ്ങളെ കൊണ്ട് തോറ്റു. ലാസ്റ്റ് ഒരു സോങ് കൂടെ പാടിപ്പിക്കും. ശരിയാവും കേട്ടോ. ശരിയാവും ശരി ഇപ്പം ശരി. ഹലോ 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 ആ ആ അതെ അത് ശരിയാ ശരിയാ. മമ മനസ്സിൻ ആലോലം സൗണ്ട് അതിൻ്റെ പുള്ളി പ്ലേബാക്ക് സിംഗർ പുള്ളി പാടിക്കോളും ശരി. അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്താ പിടിക്കണം മൈക്ക് മമ മനസ്സിൻ കണിമലരേ ചായുറങ്ങാൻ ആലോലം. അല്ല സാർ മൈക്ക് പിടിക്കണ ശരിയല്ല. അതാണ് കുഴപ്പം. മൈക്ക് വേണമെന്നില്ല അല്ല 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 പാട്ട് ഇങ്ങനെ പാടിയാൽ ശരിയാവില്ല. അല്ലെന്നാ വേണ്ട. അല്ല ഇങ്ങനെ പാടിയ മൈക്ക് നേരെ പിടിച്ച് പാടണ്ടേ സാർ. മൈക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി അങ്ങനെയല്ലടാ. അതല്ല അത് മൈക്കിനെ കുറ്റം പറയരുത്. സിസ്റ്റത്തിനെ നമ്മൾ യേശുദാസിനെ ഒരുപാട് പാടിയിട്ടുള്ളതാണ്. കുറ്റം പറഞ്ഞിട്ടില്ല. മൈക്ക് വേണമെന്നല്ല പാടാം. അത് നേരെ പാട്ട് പാടണം. പാട്ട് പാടാൻ പഠിക്കണ്ടേ സാർ? പാട്ട് പാടാൻ അല്ല എന്നാലും മൈക്കിനെ കംപ്ലൈന്റ് അല്ല ഈ മൈക്കിൽ അല്ല ഈ മൈക്കിൽ പാട്ട് പാടുന്ന ആളെ ഞാൻ വേണേൽ പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെടുത്തരാം. എനിക്ക് കുഴപ്പമില്ല. ഹലോ 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 ഇടയ കന്യകേ ഉണ്ട് പാടുന്നുണ്ട്. മൈക്കിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ പാട്ട് പാടാറുണ്ട് അത് പറയാം. എന്റെ പാട്ടിന്റെ കുഴപ്പമായിരിക്കും. ഞാൻ പാട്ട് പാടുന്ന ആളിനെ കാണിച്ചു തരാം. സോറിടാ എന്നോട് ക്ഷമിക്കണടാ. മാനേജർ ആരാന്ന് അറിയില്ല. പുള്ളി അലമ്പാക്കാണെന്ന് തോന്നാം. ഇവിടുത്തെ മാനേജർ ആരാ? പുള്ളിക്കൊന്ന് കാണണോ? സച്ചിൻ 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 വേണ്ട വേണ്ട സച്ചിൻ.
അജേഷ് അല്ല ഞാൻ അജേഷ് തൊട്ട് പറയലുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൈക്ക് ഓപ്പറേറ്ററുടെ ഒരു എൻട്രിയും അതിന്റെ ഒരു സംഭവം? അല്ല, ഇത് ഇതുപോലത്തെ ഒരുപാട് മൈക്കുകളെ എൻകൗണ്ടർ ചെയ്യേണ്ട ഒരാളല്ലേ? ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു മൈക്ക് ആദ്യമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഹൗൾ ചെയ്യുന്ന മൈക്കല്ലേ? അതെ, ഇത് തുടങ്ങിയ സമയത്ത് ഹൗൾ ചെയ്യിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രതാപൻ. ഇത് പിടിച്ച് തിരിക്കണം, 2-3 പ്രാവശ്യം തിരിച്ചിട്ട് ഹൗളിങ്. ഞാൻ ഇങ്ങനെ ദൂരെ പിടിച്ച് പടക്കുമ്പോൾ ലെവൽ കൂടുന്നു, അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ കുറയുന്നു. ഫുൾ പ്രശ്നം. എന്താണ് ഇങ്ങനെ സൗണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണല്ലോ മാനേജർ കാണണമെന്ന് പറയണല്ലോ. അല്ല, ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയർ ഇനി വിളിക്കരുതെന്ന് പറയാം. ഇത് സൗണ്ട് എഞ്ചിനീയർ അല്ല, ഇത് ഇവിടുത്തെ സ്ഥിരം മൈക്ക് ഓപ്പറേറ്റർ. യേശുദാസിനൊക്കെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ യേശുദാസ് ആദ്യം ഇങ്ങനെ പിടിച്ചത്, പിന്നെ ഇങ്ങനെ ആക്കിച്ചു. ഇത്രയും വലിയ മനുഷ്യനൊക്കെ വിചാരിച്ചു. സച്ചിൻ കുറെ ക്ഷമിച്ചു. ഇല്ല ചേട്ടാ പക്ഷെ ഒരു രക്ഷയില്ല. ആക്ടിങ് കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ഒരു പെർഫോമൻസും? കൊള്ളായിരുന്നു. ആക്ച്വലി വിപിൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സച്ചിൻ ഇങ്ങനെ ഒരു പണി കൊടുക്കണം, അത് പുള്ളി ചിലപ്പോൾ ഫീൽ ആയാലോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിപിൻ പറഞ്ഞ കുഴപ്പമില്ല, അവർ മാനേജ് വിപിൻ എന്തൊക്കെ പ്ലാനിങ്ങൾ നടത്തി ഇതിന് പിന്നിൽ? പ്ലാനിങ് അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇവനൊരു പണി കൊടുക്കണത് നേരത്തെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതാണ് പറ്റിയൊരു സാഹചര്യം. പക്ഷേ പ്ലാനിങ് ഒന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ആദ്യം അജേഷിനോട് സംസാരിച്ചു. കാരണം നമ്മുടെ ഒരു ഗുരുവാണ് പുള്ളി. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു കൊടുക്കണോ, പുള്ളി ഒരു സെലിബ്രിറ്റി അല്ലേ, ഫീൽ ചെയ്താലോ, മൊത്തത്തിൽ ഇനിയിപ്പോൾ വേൾഡ് വൈഡിലൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ പ്രശ്നമായല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, നമ്മുടെ സച്ചിനല്ലേ, നമുക്കറിയാലോ ഏത് രീതിയിൽ പ്രതികരിക്കും നമുക്കറിയാലോ. സോ കുഴപ്പമില്ല, അജേഷ് എഗ്രി ചെയ്തു. പിന്നെ വിചാരിച്ചു പക്ഷേ അഞ്ജലി കൂടെ ഒരു പറയാം. അഞ്ജലിക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കുന്ന കുട്ടിയാണ്. എന്തെങ്കിലും ഒരു പ്ലാനിങ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ കൊളായി കളയും. CID ആണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് പ്രശ്നം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മുൻകൂർ പറഞ്ഞു. പിന്നെ നമ്മൾ 3 പേരും കൂടെ ജസ്റ്റ് പ്ലാൻ ചെയ്തു. ഇടയ്ക്ക് പിന്നെ സതീഷ് ചേട്ടനോടും സൗജേട്ടനോടും സംസാരിച്ച് അങ്ങനെ എല്ലാം എത്തിച്ചു. നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് സംശയം തോന്നിയില്ലേ? ഇങ്ങനെയൊക്കെ ഒരു ഈ സമയത്ത് ഒരു സച്ചിൻ പ്രതികരിക്കുന്ന ഒട്ടും വിചാരിച്ചില്ല. പിന്നെ വിപിൻ ചേട്ടൻ എന്താ ചൂടാവത്തേന്ന് വിചാരിച്ചു. വിപിൻ ചേട്ടന്റെ ഒരു സ്വഭാവം അവിടുത്തെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഞാനായിരിക്കും ചൂടാതെ വയലന്റ് ആയിട്ടുള്ളൂ. അജേഷ് ചിരിക്കുമായിരിക്കും, പക്ഷെ വേറെ ആരോടും പറയണ്ട, ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അജേഷ് ചിരിച്ചേയില്ല, വിപിനാണ് ചിരിച്ച് അവിടെ ഈ സച്ചിൻ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ടെൻഷനില്ലേ, ബാറ്ററി തീർന്നു പോയാലോ, സ്പീച്ച് വീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. കാരണം പാട്ട് പാടുമ്പോഴേ നമ്മുടെ വർക്ക് ആരംഭിക്കും. സച്ചിന് കൊളീഗ്സ് എല്ലാവരും കൂടി, സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വളരെ മനോഹരമായ രീതിയിൽ ഒരു സെൻഡ് ഓഫ് തന്നിരിക്കുകയാണ്. അത് എൻജോയ് ചെയ്തല്ലോ. സച്ചിൻ്റെ ജീവിതത്തിലെ, സംഗീത ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ലൂണാസ് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. അതുപോലെ ഒരു ചെറിയ അപേക്ഷ കൂടെ ഉണ്ട്. ലൂണാസ് ടേക്ക് ഇറ്റ് ഈസിക്ക് വേണ്ടി 2-3 സച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 പാട്ടുകൾ പാടണം. താങ്ക് യു. ബാംഗ്ലൂർ ഡേയ്സിലെ തുടക്കം വാങ്ങില്ലേ എന്നുള്ള സാധനം പാടാം. ഓക്കെ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. പറയാ
പറയാതെ എൻ മൗനം ഗാനമായി പൊഴിയാതെ ഒഴിയാതെ എൻ ദാഹം മേഘമായി ഓർമ്മയുണരും പാതയരികിൽ കാത്തു വെറുതെ നിലാവേ രാത്രി മലരായി പറയാതെ പറയാതെ എൻ ദാഹം മേഘമായി. കവളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ എന്റെ ഗാതെ നിന്റെ ചൊടിയിൽ വിടരും മലരിനല്ലികൾ മധുനുകരൂ. Once more. La 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 la. Hey la 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 la. Thank you. Thank you.